ആക്രമണം, ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. കുവൈറ്റിലെ വൈദ്യുത ജല ശുദ്ധീകരണ പ്ലാന്റിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളിയും കൊല്ലപ്പെട്ടു. കുവൈത്തിന്റെ വൈദ്യുതി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം രാജ്യത്തെ ഒരു പ്രധാന പ്ലാന്റിന്റെ സർവീസ് കെട്ടിടമാണ് ആക്രമണത്തിനിരയായത്. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി മരിക്കുകയും കെട്ടിടത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നാലെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾ സ്ഥലത്തെത്തി. പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടരുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനിടെ സംഭവത്തിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒരു മാസം മുമ്പ് സംഘർഷം ആരംഭിച്ചതിനു ശേഷം കുവൈറ്റ് നിരന്തര ആക്രമണ ഭീഷണിയിലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി മാത്രം കുവൈറ്റ് വ്യോമാതിർത്തിയിൽ 14 മിസൈലുകളും 12 ഡ്രോണുകളും കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. ഒരു സൈനിക ക്യാമ്പിനെ ലക്ഷ്യമാക്കി നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 10 സൈനികർക്ക് പരിക്കേറ്റതായും വിവരം. കൊച്ചിയിലെ ഇന്ദിര ക്യാന്റീൻ വൻ ഹിറ്റ്. 2 ആഴ്ചക്കിടെ 10,000-ത്തിലധികം ഇഡ്ഡലി സെറ്റുകൾ വിറ്റു. കൊച്ചി കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ദിര ക്യാന്റീൻ തുടക്കത്തിൽ തന്നെ വലിയ ജനപ്രീതി നേടി. ഇടപ്പള്ളി സോണിൽ ഓഫീസിൽ ആരംഭിച്ച ക്യാന്റീനിൽ ഉദ്ഘാടനം കഴിഞ്ഞു. 2 ആഴ്ചക്കിടെ മാത്രം 10,268 ഇഡ്ഡലി സെറ്റുകൾ പ്രഭാത ഭക്ഷണമായി വിറ്റു. ഒരു സെറ്റിൽ 3 ഇഡ്ഡലി വീതം കണക്കാക്കുമ്പോൾ ആകെ 30,804 ഇഡ്ഡലികളാണ് വിതരണം ചെയ്തത്. ഒരു സെറ്റ് ഇഡ്ഡലിക്ക് വെറും 10 രൂപയാണ് നിരക്ക്. ഉച്ചഭക്ഷണമായി 30 രൂപയ്ക്ക് നൽകുന്ന കഞ്ഞി 7,300 എണ്ണം വിറ്റപ്പോൾ വൈകിട്ട് 10 രൂപയ്ക്ക് നൽകുന്ന ചപ്പാത്തി സെറ്റ് 8,200 എണ്ണവും വിൽപ്പനയായി. കോർപ്പറേഷന്റെ 50 ദിന കർമ്മ പദ്ധതിയിലും ഉൾപ്പെട്ട ഇന്ദിര ക്യാന്റീൻ പദ്ധതിയിലൂടെ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം 50 രൂപയ്ക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ പ്രചാരണത്തിന്. തിരഞ്ഞെടുപ്പ് ചൂട് കുത്തനെ ഉയർന്നു. കേരളം ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായ മുന്നണികൾ. ഇന്നലെ നരേന്ദ്രമോദി കേരളത്തിലെത്തി ഇരുപക്ഷ മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് തുടക്കമാവുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിലെ സംയുക്ത സമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോട്ടയം ജില്ലയിലും അദ്ദേഹം പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടിയിലെ ചാണ്ടിയുമ്മന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ആദ്യം എത്തുന്നത്. തുടർന്ന് കോട്ടയം, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലും പരിപാടികളിൽ പങ്കെടുക്കും. ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ തുടർന്ന് കോട്ടയം നഗരത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിറ്റ്മാൻ വീണ്ടും തകർപ്പൻ പ്രകടനം. മുംബൈ ഇന്ത്യൻസിന് മികച്ച വിജയം. രോഹിത് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന് IPL-ൽ ആധികാരിക വിജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന് മുംബൈ ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 20 ഓവറിൽ 4 വിക്കറ്റിന് 220 റൺസ് നേടി. മറുപടിയായി 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യം കണ്ടു. 38 പന്തിൽ 78 റൺസ് നേടിയ രോഹിത് ശർമ്മയും 43 പന്തിൽ 81 റൺസ് നേടിയ റയാൻ റിക്കൽറ്റനും ടീമിന്റെ വിജയത്തിൽ നിർണായകമായി. IPL-ൽ രോഹിത്തിന്റെ 50ാം അർദ്ധ സെഞ്ചുറിയും ഇതോടെ പൂർത്തിയായി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ആശ്വാസം. പവന് 600 രൂപ കുറവ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 2 ദിവസമായി മാറ്റമില്ലാതെ തുടർന്ന വിപണിയിൽ ചെറിയ ആശ്വാസമാണ് ഇന്ന് കാണുന്നത്. 1 പവൻ സ്വർണത്തിന് 600 രൂപ കുറഞ്ഞ് 1,80,000 രൂപയായി. ഗ്രാമിന് 13,500 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഈ മാസം തുടക്കത്തിൽ പവൻ വില 1.26 ലക്ഷം കടന്ന് റെക്കോർഡ് നേടിയെങ്കിലും പിന്നീട് വലിയ തോതിൽ വിലയിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. മാർച്ച് 23-ന് വില 1 ലക്ഷത്തിന് താഴെ എത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും സ്വർണ്ണവിലയിൽ വീണ്ടും ഉയർച്ചയ്ക്ക് കാരണമായതായി വിലയിരുത്തൽ. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.